عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, 3 കാര്യങ്ങളുണ്ട്. അതെല്ലാ മനുഷ്യരും വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമാണ്. ആ 3 കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പൊതുവെ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകാറുണ്ട്. 1 സമ്പത്താണ്, 2 അവൻ്റെ കുടുംബമാണ്, 3 മനുഷ്യൻ്റെ സ്വന്തം ഇസ്സത്താണ്, അഭിമാനമാണ്. ഈ 3 നിഅമത്തുകളിൽ, 3 വസ്തുക്കളിൽ പൊതുവെ മനുഷ്യർ ഏറ്റവും വിലമതിക്കുന്നത് അവൻ്റെ അഭിമാനത്തെയാണ്. അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ സമ്പത്ത് ചിലവഴിക്കാറുണ്ട്. ചിലർ കുടുംബത്തെ ഇവരെ പരിഗണിക്കാറില്ല സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി. കാരണം പൊതുവെ എല്ലാ മനുഷ്യരും അവർക്ക് മുന്നിൽ ഏറ്റവും വലുതാണ് സ്വന്തം അഭിമാനം എന്നുള്ളത്. അത് നഷ്ടപ്പെടുത്താനോ അതിൽ ആരെങ്കിലും കൈവയ്ക്കാനോ ഒരു മനുഷ്യനും പൊതുവെ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന്, പ്രത്യേകിച്ചൊരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് വലിയ സ്ഥാനവും വിലയും നൽകുന്നുണ്ട്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇലെ പ്രധാനപ്പെട്ട നസീഹത്തിൽ ഉമ്മത്തിന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ചുരുങ്ങിയ സന്ദേശത്തിൽ തങ്ങൾ മുഴുവൻ ഉമ്മത്തിനോടും പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്: മനുഷ്യൻ്റെ അഭിമാനം അതിലൊരിക്കലും കൈവയ്ക്കരുത്. ഓരോ മനുഷ്യൻ്റെയും അഭിമാനം വളരെ വലുതാണ്. അതിനെ ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം. തങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകമായ ഒരു രീതിയിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് തങ്ങൾ ഈ കാര്യം സഹാബത്തിനോട് പറഞ്ഞത്. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ നിൽക്കുന്ന ഈ നാട് അതേതാണ്? ഈ മാസം ഏതാണ്? ഈ ദിവസം ഏതാണ്? തങ്ങൾ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ബൈനക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നിങ്ങൾ നിൽക്കുന്ന ഈ ദിവസത്തിൻ്റെ മഹത്വം പോലെ, നിങ്ങൾ നിൽക്കുന്ന ഈ നാടിൻ്റെ പവിത്രത പോലെ, നിങ്ങൾ നിൽക്കുന്ന ഈ മാസത്തിൻ്റെ മഹത്വം പോലെ ഓരോ മുസ്ലിമിൻ്റെയും ഓരോ മനുഷ്യൻ്റെയും രക്തവും അവൻ്റെ സമ്പത്തും അവൻ്റെ അഭിമാനവും പരിഗണിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് വലിയ സ്ഥാനം നൽകുന്നു. അതിൽ ക്ഷതം വെക്കുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ, വൻപാപമായ പലിശയോടാണ് നിബിധങ്ങൾ ചേർത്ത് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കപ്പെടണം.
ഒരാളുടെ അഭിമാനത്തെ പിച്ചി ചിന്തിയാൽ അത് എത്ര കടുപ്പമുള്ള തിന്മയാണ്. ആ തിന്മയെ നബിതങ്ങൾ സാദൃശ്യപ്പെടുത്തിയത്, ചേർത്ത് പറഞ്ഞത് പാപങ്ങളിൽ വൻപാപങ്ങളെ കൂടെ എണ്ണിയ പലിശയുമായിട്ടാണ്. ഒരു തങ്കക്കാശ് പലിശ എന്നുള്ളത് അത് തൻ്റെ ഉമ്മയുമായി വിചരിക്കുന്നത് പോലെയാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു മിൻ അർബർ റിബ, എന്നാൽ പലിശയിൽ ഏറ്റവും ഗൗരവമുള്ള പലിശ ഇസ്തിതാദതു ഫീ അർളിൽ മുസ്ലിം മിൻ ഗൈരി ഹഖ്ഖിൻ, ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൽ ക്ഷതം വരുത്തലാണ്. ഒരു മുസ്ലിമിൻ്റെ അഭിമാനം പിച്ചിച്ചീന്തൽ അത് പലിശയുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ള കടുത്ത പലിശയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിൽ എത്ര വലിയ സ്ഥാനമാണ്, എത്ര വലിയ മഹത്വമാണ്. സഹാബാക്കൾ പറയുന്നുണ്ട്, ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിൻ്റെ അമലുകളിൽ ഞങ്ങൾക്കല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറിപ്പോയി. അതിൻ്റെ രീതികളിൽ ഞങ്ങൾക്ക് സംശയമായി, ഞങ്ങളുടെ ഹജ്ജ് ശരിയായിട്ടുണ്ടോ? ഞങ്ങൾ വന്ന് തങ്ങൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ശരിയായോ? ഞങ്ങൾ അവരോട് പറഞ്ഞു ലാ ഹറജ്, ലാ ഹറജ്, അതൊന്നും കുഴപ്പമില്ല, ഈ കാര്യങ്ങൾ പേടിക്കേണ്ടതില്ല. തങ്ങൾ പറഞ്ഞു ഫദാലിക്കല്ലദീ, ഗൗരവമുള്ള കാര്യം, നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം, നിങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം, ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തെ നിങ്ങൾ ക്ഷതം വരുത്തലാണ്. ഫദാലിക്കല്ലദീ ഹറജ വഹലക്, അതാണ് നിങ്ങളെ നശിപ്പിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഈ ഇബാദത്തിനിടയിൽ നിങ്ങൾ ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൽ ക്ഷതം വരുത്തരുത്. അത് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും, നിങ്ങളുടെ നാശത്തിന് കാരണമാകും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശ യാത്രയിൽ, ഇസ്രാഈലിന്റെ യാത്രയിൽ ഒരു സമൂഹത്തെ തങ്ങൾ കണ്ടു. വളരെ കടുത്ത രീതിയിൽ ശിക്ഷയ്ക്ക് വിധേയരായ സമൂഹത്തെ അവരുടെ കൈകൾ കൊണ്ട്, പിച്ചളയാറുടെ നഖങ്ങൾ കൊണ്ട് മുഖങ്ങളും അവരുടെ നെഞ്ചുകളും എല്ലാം വലിച്ചു കീറുന്നു, വികൃതമാക്കുന്നു. അവരുടെ മുഖങ്ങളെ വലിച്ചു കീറി മുഖങ്ങളെ വികൃതമാക്കുന്നത് കണ്ടപ്പോൾ, ഈ കടുത്ത ശിക്ഷ അനുഭവിക്കുന്ന സമൂഹത്തെ കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മൻ ഹൗലായ ജിബ്രീൽ, ഇവരാരാണ്? ഇവരുടെ മുഖമെല്ലാം എന്താ ഇങ്ങനെ വികൃതമാക്കുന്നത്? ഇവരെന്ത് തെറ്റ് ചെയ്തവരാണ്? ഇവർ ഇവരുടെ മുഖങ്ങളെ വികൃതമാക്കാൻ കാരണം, ഇവരുടെ മുഖങ്ങളെ പിച്ചി ചീന്താനുള്ള കാരണം, ഇവർ ഭൂമിയിൽ മനുഷ്യരുടെ അഭിമാനങ്ങൾ പിച്ചി ചീന്തിയവരാണ്. മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന അവൻ്റെ അന്തസ്സിനെ അതിൽ കൈവച്ചവനാണ്. അതുകൊണ്ട് ദുന്യാവിൽ മനുഷ്യരുടെ അഭിമാനത്തെ പിച്ചി ചീന്തിയതുപോലെ ഇന്ന് അവൻ്റെ മുഖത്തെ അവൻ വലിച്ചു കീറുകയാണ്. ഇത്ര ഗൗരവമായിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓരോ മനുഷ്യൻ്റെയും അഭിമാനത്തിന് നൽകുന്ന സ്ഥാനം എത്രയാണ്. നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും മേഖലയിൽ, ഏതെങ്കിലും നിലയിൽ ഒരു മുസ്ലിമിന് അവൻ്റെ അഭിമാനത്തിൽ എന്തെങ്കിലും ക്ഷതമേറ്റാൽ വലിയ കടുത്ത തെറ്റാണ്. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കി തങ്ങളൊരു മുസ്ലിമിന് നൽകിയ സ്ഥാനം, ഓരോ മുസ്ലിമിൻ്റെയും ഓരോ മനുഷ്യൻ്റെയും അഭിമാനത്തിന് തങ്ങൾ നൽകിയ മഹത്വം തങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കാണും. സഹാബാക്കൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആരിൽ നിന്ന് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിൽ നിന്നുണ്ടായാൽ, തങ്ങളുടെ പൊതുവായ രീതി അവരുടെ എളിഭ്യരാക്കുന്നതിൽ പരസ്യമായി അതിനെക്കുറിച്ച് പറയുകയില്ലായിരുന്നു. മാ ബാലു ഫുലാനിൻ യഖൂലു കദാ വകദാ, മാ ബാലു അഖ്വാമിൻ യഖൂലൂന കദാ വകദാ, ഈ വ്യക്തിക്ക് ഇന്നയാൾക്ക് എന്ത് സംഭവിച്ചു, പേര് പറയാതെ ഒരു വിഭാഗം ആളുകൾ എന്ത് സംഭവിച്ചു, അവർ ഇങ്ങനെയെല്ലാം പറയുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നല്ലോ, ഒരു സമൂഹത്തിന് എന്ത് സംഭവിച്ചു, അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ആ സമൂഹത്തിൻ്റെ പേര് പറയാതെ, ആ കുടുംബത്തിൻ്റെ പേര് പറയാതെ, ആ വ്യക്തിയുടെ പേര് പറയാതെ എല്ലാവർക്കും ഉണരാൻ പറ്റുന്ന നിലയിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിൽ, ചിന്തിക്കാൻ പറ്റുന്ന നിലയിൽ തങ്ങൾ ആ തിന്മയെ ഉണർത്തുമായത്. പക്ഷേ അതുകൊണ്ട് ആർക്കും ഒരു അഭിമാനക്ഷതവും സംഭവിക്കുകയില്ലായിരുന്നു. ആ തെറ്റ് വീഴ്ച സംഭവിച്ച വ്യക്തിക്ക് പോലും അദ്ദേഹത്തിനും ഒരു അഭിമാനക്ഷതം ഏൽക്കാതെ തങ്ങൾ വളരെ ഭംഗിയായി ആ കാര്യത്തെ ഉണർത്തുമായിരുന്നു. ഇനി തങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും സഹാബിയോ വ്യക്തിയോ ഒരു മുസ്ലിമിന്റെ അഭിമാനക്ഷതമേൽക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അതും തങ്ങൾ തടയുമായിരുന്നു. ഒരു വ്യക്തിയെ പറ്റി സംസാരിച്ചപ്പോൾ ഒരു സഹാബി പറഞ്ഞു, ഹാദാ മുനാഫിഖ്, നബി അത് മുനാഫിക്കാണ്.
തങ്ങൾക്കറിയാം ആരെല്ലാം മുനാഫിക്കാണെന്ന്. നബികൾ അതിന്റെ ലിസ്റ്റ് തങ്ങളുടെ കയ്യിലുണ്ട്, തങ്ങൾക്കറിയാം വ്യക്തമായി. ഇദ്ദേഹത്തെ പറ്റി നബിതങ്ങളെ കൂടെയുള്ള സഹാബി ഹാദാ മുനാഫിഖ്, ഇത് മുനാഫിക്കാണെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ തിരുത്തി. ലാ വല്ലാഹി, ഒരിക്കലുമില്ല. ഇല്ല അന്നഹു ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹി മാ അലിംതു ഇല്ല അന്നഹു ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്കറിയാം അതൊന്നും അറിയുകയില്ല, അദ്ദേഹം കെലിമ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ആ മനുഷ്യൻ, നിങ്ങൾ മുനാഫിഖ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം കെലിമ പറഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയാം, ഇതല്ലാതെ മറ്റൊന്നും എനിക്കറിയുകയില്ല. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുള്ള സദസ്സിൽ ഒരു അറാബിയായ മനുഷ്യൻ തങ്ങളോട് വളരെ മോശമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം തങ്ങളോട് പറഞ്ഞു, ഇത്തഖില്ല, നബിയെ താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കും. നബിയോട് പറയുകയാണ്, താങ്കൾ അല്ലാഹുവിനെ ഭയപ്പെടുക. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു കേട്ടപ്പോൾ അദ്ദേഹത്തിന് രക്തമെല്ലാം തിളച്ചു. നബിയെ, ഈ മുനാഫിക്കിന്റെ തല ഞാൻ വെട്ടിക്കളയാം, നബിയോട് തഖ്വ ചെയ്യാനോ? നീ ആരാണ്? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട ഖാലിദ്, അദ്ദേഹത്തെ വിട്ടേക്കും. ഇദ്ദേഹം നമസ്കരിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹം നമസ്കാരമുള്ള വ്യക്തിയാണ്. തങ്ങളുടെ അടുക്കൽ എപ്പോഴും വരുന്നൊരു അറാബിയ മനുഷ്യൻ, അദ്ദേഹത്തെ ജനങ്ങൾ ഹിമാർ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ തൊലി നല്ല കട്ടിയുള്ള ഒരു പ്രത്യേകമായ രീതിയിൽ ശരീരഘടനയുടെ പേരിൽ അദ്ദേഹം ജനങ്ങൾ ഹിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ആക്ഷേപിക്കാൻ വേണ്ടിയല്ല. എപ്പോഴും തങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഗ്രാമത്തിൽ നിന്നും എന്തെങ്കിലും തങ്ങൾക്ക് ഹദിയ കൊടുക്കുമായിരുന്നു. നബിയോട് ഇഷ്ടമുള്ള സഹാബിയായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു വീഴ്ച, അദ്ദേഹത്തിന് ഒരു തെറ്റ് സംഭവിച്ചു. ഇസ്ലാമിന്റെ നിയമപ്രകാരം അദ്ദേഹത്തെ ചാട്ടവാറോട് അടിക്കാൻ വിധിക്കപ്പെട്ടു. അങ്ങനെ ചാട്ടവാറോട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സഹാബാക്കൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ കടുത്ത വാക്കുകൾ പറഞ്ഞു. തങ്ങളത് തിരുത്തി കേട്ട ഉടനെ, അങ്ങനെ പറയരുത്, ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു. തെറ്റിൽ അകപ്പെട്ട് ആ തെറ്റിന്റെ പേരിൽ ചാട്ടവാറോട് അടിക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് നബി തങ്ങൾ സഹാബത്തിന് മുന്നിൽ പറയാൻ, ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു. നിങ്ങൾ അങ്ങനെ പറയില്ലേ, ഇദ്ദേഹം അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഓരോ മനുഷ്യന്റെയും അഭിമാനത്തിൽ തങ്ങൾ നൽകിയ സ്ഥാനമാണ്. അതൊരിക്കലും ഹനിക്കപ്പെടരുത്, അതിലൊരിക്കലും കൈവെക്കരുത്. ഒരു മനുഷ്യനും ഏറ്റവും വലുത് അവന്റെ സ്വന്തം അഭിമാനമാണ്. അതാരും ഹനിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും, ഓരോരുത്തർക്കും സ്വന്തമായി അവരുടേതായ അഭിമാനങ്ങളുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിൽ ഒരു വ്യക്തിക്ക് യാദൃശ്ചികമായി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉളു മുറിഞ്ഞു. ആ ശബ്ദം എല്ലാവരും കേൾക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാണിത് ഈ മോശമായ കാര്യം നമ്മുടെ ഈ സദസ്സിൽ ചെയ്തത്? അദ്ദേഹം സദസ്സിൽ എണീറ്റ് പുറത്തു പോയി ഉളു എടുത്തുകൊണ്ട് വരട്ടെ. ഈ സമയം അദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ നിന്ന് എണീറ്റ് അദ്ദേഹം ഉളു എടുക്കാൻ പോയാൽ എല്ലാവരും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് സ്വന്തമായി അതൊരു ലഭ്യതയുമാണ്. ആ സദസ്സിൽപ്പെട്ട പ്രധാനപ്പെട്ട സഹാബി ജരീർ റളിയല്ലാഹു തആല പറഞ്ഞു, ഖലീഫ, നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ ചെയ്ത് ശരിയല്ല. അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ എണീപ്പിച്ചാൽ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ കാണും, അദ്ദേഹം വെളിപ്പനാകും, അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ഒരു ശ്രമേക്കും. അതുകൊണ്ട് ഖലീഫ, നമുക്കെല്ലാവർക്കും പോയി ഉളു എടുക്കാം. ആ വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ് ജരീറെ, നീ എത്ര നല്ല കാര്യമാണ് പറഞ്ഞത്. എല്ലാവരെയും ഉമർ റളിയല്ലാഹു അൻഹു എണീപ്പിച്ചു. എല്ലാവരും പോയി ഉളു എടുക്കി. സഹാബാക്കൾക്കിടയിൽ ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് അവർ നൽകിയ സ്ഥാനമാണ്. ഒരു മുസ്ലിമിനെ എങ്ങനെ ബഹുമാനിക്കപ്പെടണം, ഒരു മുസ്ലിമിന്റെ സ്ഥാനം എത്രയാണ്, ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന്റെ വില എന്താണ് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചൊരു മഹാൻ വലിയ ആലിം, അദ്ദേഹത്തിന്റെ പൊതുവായ രീതി ജനങ്ങളിൽ നിന്നും ഒന്നും ഹദിയൊന്നും വാങ്ങിക്കുകയില്ലായിരുന്നു. ജനങ്ങളുടെ സമ്പത്ത് അദ്ദേഹം ഒരിക്കലും സ്വീകരിക്കുകയായിരുന്നു. വളരെ പ്രസിദ്ധമായിരുന്നു. ഒരിക്കലും ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു സാധാരണ മനുഷ്യന് ഹദിയ കൊടുത്തു. അദ്ദേഹം അത് നിരസിച്ചു. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും വാങ്ങിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ പിന്നെ ചോദിച്ചു, നിങ്ങൾ എന്താണ് അത് നിരസിച്ചു, പിന്നെ നിങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സദസ്സിൽ വെച്ച് അത് വാങ്ങിച്ചത്, ഞാൻ അവിടെ അത് നിരസിച്ചാൽ ആ മനുഷ്യൻ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പനാകും, അദ്ദേഹത്തിന് അഭിമാനശതമുണ്ടാകും,
എൻ്റെ ഒരു മുസ്ലിമായ സഹോദരനെ അഭിമാനക്ഷതം വരുത്തി ഞാൻ ഒരിക്കലും ഇസ്സത്തിലാകാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എനിക്ക് അല്പം അഭിമാനക്ഷതം വന്നാലും എൻ്റെ സഹോദരൻ്റെ അഭിമാനക്ഷതം ഉണ്ടാകരുത്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ ഇതായിരുന്നു. ഓരോ മനുഷ്യൻ്റെയും അഭിമാനത്തിന് വില കൽപ്പിച്ചു. നമ്മുടെ ഇബാദത്തിനെ പരിഗണിക്കപ്പെടണമെങ്കിൽ നാം മുസ്ലിമിൻ്റെ അഭിമാനത്തെ വില കൽപ്പിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ അമലുകൾക്കോ നമ്മുടെ ഇബാദത്തിൽ ഒരു വിലയും ഉണ്ടാവുകയില്ല. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നു, അവസാന കാലഘട്ടമാകുമ്പോൾ ചില ജനങ്ങൾ വരും, അവരുടെ ജോലി തന്നെ ജനങ്ങളുടെ കുറവുകൾ കണ്ടെത്തലും ജനങ്ങളെ എളിപ്പരാക്കലും ജനങ്ങളുടെ അന്തസ്സിനെ പിച്ചിച്ചു തരും, ഇതായിരിക്കും ജോലി. അദ്ദേഹം പറഞ്ഞു, ലൈസ ഫീ ഖുലൂബിഹിം നൂറുൽ ഇസ്ലാം. അവർ വലിയ ഇബാദത്ത് ഉണ്ടാകും, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിന്റെ ഒരു പ്രകാശം ഉണ്ടാവുകയില്ല. അവരുടെ ഒരു അമലും അല്ലാഹുവിലേക്ക് ഉയർത്തുകയുമില്ല. കാരണം വലിയ വലിയ ഇബാദത്തെല്ലാം ഉണ്ട്, പക്ഷേ ജനങ്ങളെ എളിപ്പരാക്കുന്നവരാണ്, ജനങ്ങളുടെ അന്തസ്സിനെ പിച്ചു ചീന്നുന്നവരാണ്. ഉമർ റളിയല്ലാഹു തആല പറയുമെന്ന്, ലാ യഅ്ജിബുകും അർ-റജുലു തൻതനതഹു. ഒരു മനുഷ്യന്റെ രാത്രിയിലെ ഇബാദത്ത് കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകണ്ട. വലാകിൻ മൻ അദ്ദൽ അമാന വകഫ അൻ അറാദിൻ നാസ് ഫഹുവ അർ-റജുൽ. ഒരാളെ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ ദീനിനെ അളക്കേണ്ടത് അവന്റെ രാത്രിയിലെ നമസ്കാരത്തിന്റെ ദൈർഘ്യത്തെ നോക്കിയില്ല. ഇത് വലിയ ഇബാദത്ത് തന്നെയാണ്. അതിനെ പുച്ഛിക്കാനോ ചെറുതാക്കാനല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ദീനിനെ അളക്കാൻ തുടങ്ങുന്നത് മൻ അദ്ദൽ അമാന, വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തിനെ മടക്കി കൊടുക്കുന്നവൻ. ഒരു കാര്യത്തെ ഏൽപ്പിച്ചാൽ ആ കാര്യത്തെ പൂർത്തീകരിക്കുന്നവൻ. വഖഫ അൻ അറാദിൻ നാസ്, ജനങ്ങളുടെ അന്തസ്സിൽ കൈവെക്കാതെ അതിൽ സൂക്ഷിക്കുന്നവൻ, ജനങ്ങളുടെ ഇസ്സത്തിനെ ജനങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവൻ. ഫഹുവ റജുൽ, അവനാണ് യഥാർത്ഥത്തിൽ ദീനുള്ളവൻ, അവനാണ് യഥാർത്ഥത്തിൽ പുരുഷൻ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ഞങ്ങളുടെ മുൻഗാമികൾ, സഹാബത്തിന്റെ അടുത്ത കാലഘട്ടം, ഞങ്ങളുടെ മുൻഗാമികൾ അവരുടെ ഇബാദത്തിൽ ഏറ്റവും വലിയ പരിഗണന നൽകിയത് മറ്റുള്ളവരുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിനെയാണ്. അത് വലിയ ഇബാദത്ത് അവർ മനസ്സിലാക്കിയിരുന്നു. സഹോദരന്മാരെ, ഒരു മുസ്ലിമിന്റെ എന്നല്ല ഒരു മനുഷ്യന്റെ അഭിമാനം അത് സംരക്ഷിക്കപ്പെടാനുള്ളതാണ്. അതിൽ കൈവയ്ക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അതിൽ കൈവച്ചുള്ള വലിയ കടുത്ത പാപമാണ്. ഇന്ന് പൊതുവെ മനുഷ്യരുടെ അഭിമാനക്ഷതം വരുത്തുന്നതിൽ മനുഷ്യരുടെ കുടുംബങ്ങളെയാണ് ആക്ഷേപിക്കപ്പെടുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും അസഹ്യമായ കാര്യമാണ് അവന്റെ കുടുംബത്തെ കുറിച്ച് പറയുക. ഒരല്പമെങ്കിലും അഭിമാനമുള്ള മനുഷ്യന് സഹിക്കാൻ സാധിക്കില്ല. അവന്റെ മാതാപിതാക്കളെയോ അവന്റെ മക്കളെയോ അവന്റെ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബത്തിലോ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുക എന്നുള്ളത് ഒരു അല്പമെങ്കിലും അഭിമാനമുള്ള മനുഷ്യന് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വളരെ ശക്തമായി വിലക്കി. സഹാബത്തിൽ പ്രസിദ്ധനായ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറയുന്നു, സബ്ദ എന്നൊരു നാട്ടിൽ വെച്ച് മദീനയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അടിമയും ഞാൻ കണ്ടു. രണ്ടുപേരും നല്ലതരം വസ്ത്രം ധരിച്ചിരിക്കുന്നു. അടിമയും ധരിച്ചിരിക്കുന്ന നല്ല വസ്ത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, അബൂ ദർ, ഇതെന്താ? അടിമയും നിങ്ങളെ പോലെയാണ് അതേ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നല്ലോ. അബൂ ദർ പറഞ്ഞു, അതിന് കാരണമുണ്ട്. ഒരിക്കൽ ഞാൻ എൻ്റെ അടിമയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ചെയ്യാത്തതിന്റെ പേരിലോ മറ്റോ എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്ന് ഞാൻ അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ എൻ്റെ നാവിൽ നിന്ന് യബ്ന സൗദ, കറുത്തവന്റെ മകളെ അല്ലെങ്കിൽ കറുത്തവരുടെ മകനെ എന്ന് ഞാൻ പറഞ്ഞുപോയി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ തങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു. എന്താ അബൂ ദർ, ഇന്നക ഇംറഉൻ ഫീകൽ ജാഹിലിയ്യ, ഇപ്പോഴും ജാഹിലിയത്തിൽ ബാക്കിയാണോ അബൂ ദർറെ? നീ മുസ്ലിം ആയിട്ടും ജാഹിലിയത്തിന്റെ സ്വഭാവം മാറിയിട്ടില്ലേ? സഹാബാക്കൾ പ്രസിദ്ധനായ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ ചോദിക്കണം, അബൂ ദർ, ഇപ്പോഴും നിന്നിൽ ജാഹിലിയത്ത് ബാക്കിയാണല്ലോ, നീ എന്താ ഒരാളെ അദ്ദേഹത്തിന്റെ ഉമ്മയെ പറ്റി പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്? ഒരാൾ തന്റെ ഉമ്മ കറുത്തവളാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞ് ഒരാളെ നീ ആക്ഷേപിക്കുകയാണോ? ജാഹിലിയത്തിന്റെ സ്വഭാവമാണ് കുടുംബത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കുടുംബ മഹാത്മ്യത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, മറ്റു ചില കാര്യങ്ങളുടെ പേരിൽ തന്നെക്കാൾ താഴ്ന്നവരെ ആക്ഷേപിക്കുക എന്നുള്ളത് ഇത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. ഇത്രയും വർഷങ്ങൾ കടന്നിട്ടും ഇന്ന് മുസ്ലിമുകളിൽ ദുസ്വഭാവം ബാക്കിയാണ്. പരിശുദ്ധ ഖുർആൻ
ജാഹിലിയത്തിനെ പറ്റി പറയുമ്പോൾ 4 നിലയിലെ ജാഹിലിയത്തിനെ പറ്റി പറയുന്നത്. വന്നൽ ജാഹിലിയ, തബറുജൽ ജാഹിലിയ, പിന്നെ ഹമിയത്തുൽ ജാഹിലിയ, ഇങ്ങനെ 4 ജാഹിലിയത്തിനെ പറ്റി പറയുന്നുണ്ട്. ഹുക്മുൽ ജാഹിലിയ, ഇതിലേറ്റവും മോശമായ ജാഹിലിയത്താണ് ഹമിയത്തുൽ ജാഹിലിയ. കുടുംബത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു ചില മഹത്വത്തിന്റെ പേരിൽ തന്നെക്കാൾ താഴ്ന്നവരെ ആക്ഷേപിക്കുക. വർഷങ്ങൾ കടന്നിട്ടും ഇന്നും മുസ്ലിമുകൾ ഇത് ബാക്കിയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ശകാരിച്ചു, നബിതങ്ങൾ ദേഷ്യപ്പെട്ടു. എന്താ അബൂദർ, നീ കുടുംബത്തിന്റെ പേരിൽ ആക്ഷേപിക്കുകയാണ്? ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ 2 പേർ തമ്മിൽ വഴക്കായി. ആ വഴക്കിനിടയിൽ ഒരാൾ മിഥ്യയോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ വ്യഭിചരിച്ചവരല്ല, വിചാരമായി ബന്ധപ്പെട്ടവരല്ല. ഉമർ റളിയല്ലാഹു തആലയിൽ സംസാരമെത്തി, ചർച്ചയായി. കൂടെയുള്ള ആളുകളെ വിളിച്ച് മശൂറ ചെയ്തു. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചില സഹാബാക്കൾ പറഞ്ഞു ഹദ്ദ് നടപ്പിലാക്കണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം തൻ്റെ മാതാപിതാക്കൾ വ്യഭിചരിച്ചവരല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് നിന്റെ മാതാപിതാക്കൾ വ്യഭിചരിച്ചവരാണ്? ഉമർ റളിയല്ലാഹു തആല ഹദ്ദ് നടപ്പിലാക്കി. 80 പ്രാവശ്യം ചാട്ടവാർ അടിക്കാൻ നിമിതങ്ങൾ ഉമർ റളിയല്ലാഹു തീരുമാനിക്കുകയുണ്ടായി. കുടുംബത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കുടുംബക്കാരെ വച്ചുകൊണ്ട് അവരുടെ അഭിമാന ക്ഷതം വരുത്തൽ കടുത്ത തിന്മയായി. ഏതെങ്കിലും വ്യക്തിയുടെ മാതാപിതാക്കളെ ചേർത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് ഒരു മുസ്ലിമിന്റെ അഭിമാന ക്ഷതം വരുത്തൽ കടുത്ത പാവമാണ് പഠിപ്പിക്കുക. എപ്പോഴാണ് ഒരാൾ മറ്റൊരു മുസ്ലിമിനെ അഭിമാനക്ഷതം വരുത്തുന്നത്? മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത, അവൻ നിസാരനാണ്, അവൻ ചെറുതാണ്, അവൻ എന്നെക്കാൾ താഴ്ന്നവനാണ് എന്ന ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ്. ഇത് പലതിൻ്റെ പേരിൽ മനുഷ്യനുണ്ടാകാറുണ്ട്. സമ്പത്തിൻ്റെ പേരിൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ പേരിൽ ഉണ്ടാകാറുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ ദീനിൻ്റെ പേരിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ് മറ്റൊരാളെ തന്നേക്കാൾ നിസാരനായി കാണുക എന്നുള്ളത്. അത് മഹ്റൂമിയത്തിന്, അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന തിന്മയാണ്. ഇബ്നു മത്താത്തിയ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അറബിയായിരുന്നു, ഖുറൈശിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വരുമ്പോൾ സഹാബാക്കിൽപ്പെട്ട സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, ബിലാൽ ഹബ്ഷി റളിയല്ലാഹു അൻഹു, 3 പേരും ഇരിക്കുക. ഈ 3 പേര് പ്രധാനപ്പെട്ട സഹാബാക്കളാണ്, പഴയ സഹാബാക്കളാണ്. പക്ഷേ ഇവർ അറബികളല്ല. ഒരാൾ റോംകാരനാണ്, ഒരാൾ പാർഷ്യക്കാരനാണ്, ഒരാൾ ഹബ്ഷക്കാരനാണ്. ഇവരെ നോക്കിയിട്ട് പറഞ്ഞു, മാ ബാലു ഹഉലാ, ഇവർക്കെന്ത് സ്ഥാനം? ഈ അറബികളാണല്ലോ മുന്നിലേക്ക് വരേണ്ടത്, അവർക്കാണല്ലോ സ്ഥാനം, മഹത്വം എന്നെല്ലാം പറഞ്ഞു ഈ സഹാബാക്കളെ നിന്ദിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു. മുആദ് റളിയല്ലാഹു തആല സഹാബാക്കൾ വിശുദ്ധനായ മുആദ് റളിയല്ലാഹു കേട്ടപ്പോൾ അവന്റെ വസ്ത്രത്തിൽ കയറി ചുരുട്ടി പിടിച്ചു വലിച്ച് നബിതങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. നബിയോട് പറഞ്ഞു, നബി, ഈ മനുഷ്യൻ സൽമാനെ കുറിച്ചും ബിലാലിനെ കുറിച്ചും സുഹൈബിനെ കുറിച്ചും റളിയല്ലാഹു അൻഹു ഇങ്ങനെയെല്ലാം പറഞ്ഞു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യം വന്നു. തങ്ങൾ മിമ്പറിൽ വന്ന് കയറി തങ്ങൾ സഹാബാക്കളെ വിളിച്ചു, യാ അയ്യുഹന്നാസ്, ഇന്ന റബ്ബ റബ്ബുൻ വാഹിദ് വഇന്നൽ അബ അബുൻ വാഹിദ് വഇന്നദ് ദീന ദീനുൻ വാഹിദ്. നിങ്ങളുടെ റബ്ബ് ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ പിതാവ് ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ദീൻ ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് അറബി ഭാഷയുടെ പേരും അനറബിയുടെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? നിങ്ങൾ അറബിയായും അനറബിയായ പേരിൽ പരസ്പരം നിസ്സാരമായി കാണുന്നത്? തങ്ങൾ പറഞ്ഞു, അറബി ഭാഷ നിങ്ങളുടെ പിതാവുമല്ല, നിങ്ങളുടെ മാതാവുമല്ല, നിങ്ങളുടെ മഹത്വം ദീനിന്റെ പേരിലാണ്. നബി മുനാഫിക്കിനെ കൊന്നുകളയട്ടെ. നിങ്ങൾ പറഞ്ഞു, വില്ല നബി, ഇല്ല മുആദേ, എന്നെ വിട്ടേക്ക്, നരകത്തിലേക്ക് വിട്ടേക്ക്. ചരിത്രത്തിൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയം കുറെ പേർ ഇസ്ലാമിന്റെ മുർത്തദ്ദായി പോയി. ആ മുർത്തദ്ദായ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇസ്ലാമിന് മുർത്തദ്ദായി, പിന്നെ യുദ്ധം നടന്നപ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്യുകയും ചെയ്തു. ഇസ്ലാമിന് പുറത്തായി ആ അവസ്ഥയിൽ മരിക്കുകയും ചെയ്തു. കുറച്ച് മുസ്ലിമീങ്ങളെ കുറിച്ച് നിന്ദിച്ച വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഏതെങ്കിലും മുസ്ലിമിനെ കുറിച്ച് മനസ്സിൽ മോശമായി ചിന്തിക്കുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ ബനീ ഇസ്രായേൽ 2 വ്യക്തികളെ കുറിച്ച് എഴുതുന്നുണ്ട്. ബനീ ഇസ്രായേൽ വലിയൊരു ആബിദായ മനുഷ്യൻ, വലിയൊരു ഫാജിറായ മനുഷ്യൻ, വലിയ ദീനുള്ളൊരു മനുഷ്യൻ, അങ്ങേറ്റം തരം താഴ്ന്ന ഒരു തെമ്മാടിയായ മനുഷ്യൻ. ഈ നല്ല മനുഷ്യൻ, ആബിദായ മനുഷ്യൻ, അദ്ദേഹത്തിന് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ ദീനിന്റെ പേരിൽ മേഘം തണലിട്ട് കൊടുക്കുമായി അത്ര ഉയർന്ന അവസരത്തിൽ ആ മോശമായ മനുഷ്യനിൽ നടന്ന് യാത്ര പോകുമ്പോൾ ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹം ഇങ്ങനെ മേഘത്തിന്റെ ചുവട്ടിൽ തണലിൽ ഇബാദത്തിലായി ദിക്റായി കഴിഞ്ഞുകൂടും.
ഇദ്ദേഹം ചിന്തിച്ചു, ഞാൻ മോശകമായ മനുഷ്യനാണ്, നന്മയൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്പസമയം ഇദ്ദേഹത്തിന്റെ സമീപത്ത് പോയി ഇരിക്കാം, അള്ളാഹു തആല എന്നോട് കരുണ കാണിച്ചേക്കാം, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടേക്കാം, ഈ മനുഷ്യന്റെ സഹവാസം കാരണമായി. ഈ മോശമായ മനുഷ്യൻ അദ്ദേഹത്തെ അടുത്ത് പോയിരുന്നു. ഇദ്ദേഹം നോക്കിയപ്പോൾ നാട്ടിൽ ഏറ്റവും വൃത്തികെട്ടവൻ എന്റെ സമീപത്ത് ഇരിക്കുന്നു, ജനങ്ങൾ കണ്ടാൽ എന്ത് വിചാരിക്കും, അദ്ദേഹത്തെ അവിടെ നാട്ടി ഓടിച്ചു. ആ കാലഘട്ടത്തിൽ നബിക്ക് അല്ലാഹു തആല വഹി ഇറക്കി, രണ്ടുപേരോടും അവരുടെ അമലുകൾ തുല്യമായി. ആമിതായ മനുഷ്യന്റെ അമലെല്ലാം പൊളിഞ്ഞു, കാലിയായി, കിതാബ് കാലിയായി. പാപിയായ മനുഷ്യന്റെ പാപങ്ങൾ പൊളിഞ്ഞു, എല്ലാം പാപത്തിന് പരിശുദ്ധമായി. രണ്ടുപേരും ഒരേപോലെയായി, നന്മ ഒരേപോലെ ആരംഭിച്ചോളൂ കൽപ്പിച്ചു, വഹി ഇറക്കിയിട്ടുണ്ടായി. ഒരാളെ കുറിച്ച്, അത് നാട്ടിലേറ്റവും തെമ്മാടിയാളെ കുറിച്ച്, ഇവൻ എൻ്റെ അടുത്തിരിക്കാൻ യോഗ്യനില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച നിസ്സാരമായ ചിന്താഗതി വന്നതേയുള്ളൂ, അമലെല്ലാം പൊളിഞ്ഞുപോയി. അതുകൊണ്ട് മറ്റുള്ളവരെ അഭിമാനത്തിൽ കൈവെക്കുന്നത്, ഇവൻ എന്നേക്കാൾ താഴ്ന്നവനാണ്, ഇവൻ എന്നേക്കാൾ സമ്പത്ത് കുറഞ്ഞവനാണ്, എൻ്റെ കുടുംബത്തെക്കാൾ താഴ്ന്ന കുടുംബക്കാരനാണ്, അല്ലെങ്കിൽ എന്നേക്കാൾ അറിവ് കുറഞ്ഞവനാണ്, ഇങ്ങനത്തെ നിസ്സാരമായ ചിന്താഗതികൾ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ അഭിമാനത്തിൽ കൈവെക്കാൻ ധീരി വരുന്നത്. സഹോദരന്മാരെ, പരിശുദ്ധമായ ദീൻ, പരിശുദ്ധമായ ഇസ്ലാം ഒരു നിലക്കും ഒരു മനുഷ്യനും മറ്റുള്ളവരുടെ അഭിമാനത്തിൽ കൈവെക്കാൻ അവകാശം നൽകുന്നില്ല. അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യഖൂനു വലാ യക്ദിബു വലാ യഖ്ദുലു. നബിതങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവനെ നിന്ദിക്കുന്ന ഒരു പ്രവൃത്തി, ഒരു വാക്ക്, ഒരു പ്രവൃത്തി ഒരു മുസ്ലിമിൽ ഉണ്ടാവുകയില്ല. തന്റെ മുസ്ലിമായ സഹോദരന്റെ അഭിമാനത്തിൽ കളങ്കം വരുന്ന, അതിൽ കത്തിവെക്കുന്ന ഒരു വാക്ക് ഒരു മുസ്ലിമിന്റെ നാവിൽ ഉണ്ടാവുകയില്ല. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി തന്റെ മുസ്ലിമായ സഹോദരന്മാരുടെ അഭിമാനത്തിൽ കത്തിവെക്കുന്ന എന്തെല്ലാം വാക്കുകളാണ് പറയുന്നത്. അല്ലാഹുവിൽ മറുപടി പറയേണ്ടി വരും. ഓരോ മനുഷ്യന്റെയും അഭിമാനം വലുതാണ്. അത് മുസ്ലിം ആകട്ടെ, മുസ്ലിം അല്ലാത്ത വ്യക്തിയാകട്ടെ. പക്ഷെ മുസ്ലിം ആകുമ്പോൾ വീണ്ടും അവന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെക്കാൾ താഴ്ന്നവരാകാം, നമ്മളെക്കാൾ അറിവിൽ കുറഞ്ഞവരാകാം, നമ്മളെക്കാൾ സമ്പത്തിൽ കുറഞ്ഞവരാകാം, നമ്മളെക്കാൾ ബാക്കി ഏതെല്ലാം കുറഞ്ഞവരാകാം. പക്ഷേ അവന്റെ അഭിമാനത്തിൽ ക്ഷതം വെക്കുന്ന ഒരു വാക്കോ പ്രവൃത്തി ഉണ്ടായാൽ അള്ളാഹുവിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിൽ മറുപടി പറയേണ്ടി വരും. നബിതങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ ഇന്ന് നബിതങ്ങളുടെ ജീവിതത്തിൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല. നബിതങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ എവിടെയും കാണാൻ സാധിക്കുകയില്ല. ഒരിക്കൽ നബിതങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിൽ ക്ഷതം വരുന്ന ഒരു പ്രവൃത്തിയും നബിതങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയില്ല. ആ നബിയുടെ ഉമ്മത്താണ് നമ്മൾ. ആ നബിയുടെ ഉമ്മത്തായി നമ്മൾ ഇന്ന് പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യത്തിന്റെ പേരിലാണ്, എന്തെല്ലാം വാക്കുകളാണ് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം നിലയിൽ നാം അവരെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ മനുഷ്യന്റെയും അഭിമാനം സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം, അതിനെ ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. അതിലൂടെ പരസ്പരം യോജിപ്പും ഐക്യവും ഒരുമയും ഉണ്ടാകാൻ കാരണമായി തീരും. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته.